ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് വിഷുക്കട്ട തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തൃശ്ശൂരിലൊക്കെ വിഷുവിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അധികം ചേരുവകളൊന്നും വേണ്ട ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അരിയാണ്. ഇനി ഇത് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടിടാം. ഈ 1 കപ്പ് അരി കൊണ്ട് 3 പേർക്കുള്ള വിഷുക്കട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അരി കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് 1 കപ്പ് ഒന്നാം പാലും 2.5 കപ്പ് രണ്ടാം പാലും ഉണ്ടാക്കിയെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായി കഴുകി എടുത്തിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സാധാരണ ഉരുളി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് 2.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി മീഡിയത്തിലിട്ടിട്ട് നമ്മൾ ഈ അരി വേവിച്ചെടുക്കണം. 3/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകമാണ്, നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യത കുറവാണ്. നിങ്ങൾ സാധാരണ പാനാണ് എടുക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. ഒന്നാം പാല് വറ്റി തുടങ്ങുമ്പോൾ നോക്കുക അരി 3/4 ഭാഗം വെന്തോന്ന്. അപ്പം 3/4 വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് അരി 3/4 ഭാഗം വരെ വേവിച്ചെടുക്കുക. അപ്പം നമ്മൾ ഒഴിച്ച രണ്ടാം പാലൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. അരി 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2.5 കപ്പ് രണ്ടാം പാലാണ് ചേർത്തത്. അപ്പോൾ ഈ 2.5 കപ്പ് രണ്ടാം പാലിൽ ഈ അരി 3/4 വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള അരിയുടെ വേവ് അനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും. അപ്പോൾ അരി 3/4 വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരി 3/4 ഭാഗം വേവിച്ചെടുക്കുക. അരി 3/4 വെന്ത് കഴിയുമ്പോൾ നമുക്ക് 1 കപ്പ് ഒന്നാം പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നാം പാല് ചേർത്ത് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. ഇനി അടച്ചു വെച്ചിട്ട് അരി നന്നായിട്ട് വെന്ത് വരണം. പാല് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കണ്ട, തുറന്നു വെച്ചാൽ മതി. ഇതിലുള്ള വെള്ളമെല്ലാം നല്ലപോലെ വറ്റിയും വരണം. ഈ പാനിൽ നിന്ന് ഇത് വിട്ടു വരികയും വേണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വാഴയില വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. വാഴയില നിർബന്ധമൊന്നുമില്ല, വാഴയില ഉണ്ടെങ്കിൽ വാഴയില വയ്ക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. നിരത്തി വയ്ക്കുകയാണ്. വാഴയിലയുടെ പുറത്ത് നമ്മൾ ചൂടോടെ ഇത് നിരത്തി വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി വിഷുക്കട്ടയ്ക്ക് കിട്ടും. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരത്തി വയ്ക്കുന്നത് പോലെ തന്നെയാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ശർക്കര പാനി നിർബന്ധമൊന്നുമില്ല, അല്ലാതെ നമുക്ക് കഴിക്കാം. പക്ഷേ ശർക്കര പാനി കൂട്ടി കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ശർക്കരയുടെ ആവശ്യമൊന്നുമില്ല, 1/4 കപ്പായിരുന്നാലും മതി ഇത്രയും കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെക്കാനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് 1 കപ്പ് ശർക്കര എടുത്തത്. ഇപ്പം ശർക്കര പാനി ഉണ്ടാക്കി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു കുപ്പിക്കകത്ത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് പായസം ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്കത് യൂസ് ചെയ്യാം. ഇതിനകത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ശർക്കര ഉരുക്കിയെടുക്കണം. 2 നുള്ളി ചുക്കുപൊടി ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഇപ്പോൾ ശർക്കര അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് തിളപ്പിച്ച് സിറപ്പിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വിഷുക്കട്ടയും തണുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മുറിച്ചെടുക്കാം. വേറൊരു പാത്രത്തിൽ കൂടെ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി എടുക്കാം. നമ്മുടെ ശർക്കര പാനി പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ശർക്കര പാനി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കട്ടിയായി പോകും. അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയാൽ മതി, പഴയ പോലെ ആയിക്കോളും.
അപ്പോൾ ഇതുവരെ വിഷുക്കട്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നേരത്തെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.